ഹായ് ഓൾ. നമ്മുടെ വയറ്റിൽ മലം കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ലക്ഷണങ്ങളും അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് മലം പൂർണ്ണമായി കംപ്ലീറ്റായിട്ട് നമുക്കത് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് സാധിക്കുക എന്നൊക്കെ ഉള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് മലശോധന അഥവാ മലബന്ധം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ അജ്മി മഹ്മൂദ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ. ഇന്ന് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രയാസമാണ് ഈ മലബന്ധം അല്ലെങ്കിൽ ശോധനക്കുറവെന്ന് പറയുന്നത്. മലം കറക്റ്റായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ കട്ടിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ പോകുന്നുള്ളൂ. ഇതൊക്കെയാണ് സ്ഥിരം ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഈ ആഴ്ചയിൽ 1-2 ഒക്കെ പോകുന്നത് ഒരു ഹാബിറ്റായി കഴിയും ചില ആൾക്കാർക്ക്. സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് അവരിതൊരു ബുദ്ധിമുട്ടായിട്ട് കൺസിഡർ ചെയ്യില്ല. പലപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് ശോധനക്കുറവുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ മാത്രമാണ് അവരിത്ര ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടൊക്കെ പറയാറുള്ളത്. കാരണം അത് അവർക്കൊരു ശീലമായി. നമുക്ക് ഈ ശോധന കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ അസ്വസ്ഥത മാത്രമല്ല, നമുക്ക് തലവേദന ഉണ്ടാവാം, അതുപോലെ ക്ഷീണം ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാവും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇത് കാരണം ഉണ്ടാവാറുണ്ട്. എന്താണ് മലബന്ധം എന്ന് പറയുന്നത്? നമുക്ക് നോർമലി നമുക്ക് ദിവസം ഒരു 1-2 തവണയൊക്കെ ടോയ്ലറ്റിൽ പോകുന്നതാണ് വളരെ നല്ല കാര്യം. അതായത് കട്ടിയിലല്ല, നല്ല സുഗമമായിട്ട് പോകുന്ന രീതിയിൽ, അതായത് കുറച്ച് ലൂസൻഡ് ആയിട്ട് നോർമലി ഒന്ന് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റൂള് പോകുന്നതാണ് നോർമൽ എന്ന് പറയുന്നത്. മലബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കട്ടിയിൽ പോകുന്നത് കാരണം കുറച്ച് വേദനയും ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ആഴ്ചയിൽ 1-2 തവണയൊക്കെ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണയൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഈ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ മലബന്ധം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു രോഗമല്ല, ഇത് പല രോഗങ്ങളുടെയും ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ മലബന്ധം എന്ന് പറയുന്നത്. അതായത് രോഗത്തിൻ്റെയൊക്കെ ഒരു ലക്ഷണമായിട്ട്, പല രോഗങ്ങൾക്കും ഒരു ലക്ഷണമായിട്ട് കാണിക്കുന്ന ഒരു കാര്യമാണ് മലബന്ധം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇനി മലബന്ധം വരാനുള്ള കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, നമ്മുടെ വെള്ളം കൂടി കുറയുമ്പോൾ ഈ ഒരു നമ്മുടെ മലം കട്ടിയാവുകയും മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. നമുക്ക് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡും ഇതൊക്കെ നമ്മുടെ ആമാശയത്തിൽ നിന്ന് നമ്മുടെ വൻകുടലിലോട്ട് പോകും. അവിടെ വെച്ചാണ് ഈ ന്യൂട്രിയൻസും വെള്ളമൊക്കെ ആഗിരണം ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസും അതുപോലെ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത് ഈ വൻകുടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വെള്ളം കുറച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഈ ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം, ആ ന്യൂട്രിയൻസ് ഒക്കെ അവിടെ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ബാക്കി വരുന്ന ആ വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, നമ്മളെ മലം എന്ന് പറയുന്നത്, അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വല്ലാണ്ട് കുറയും. അപ്പോൾ അത് കട്ടിയായിട്ട് നിൽക്കുകയും നമുക്ക് മലബന്ധം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ മറ്റൊരു കാരണമാണ് നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ ഫൈബർ കണ്ടൻറ്റ് കുറയുക എന്നുള്ളത്. അതായത് ഫൈബറിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പം നമുക്ക് ഈ ഒരു ഫൈബർ കണ്ടൻറ്റാണ് നമുക്ക് വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ ആഗിരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ഈ ഫുഡിൻ്റെയും ആ ഒരു മലത്തിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയും, ആ ഒരു മൂവ്മെൻറ്റ് സുഗമമാക്കാനൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫൈബർ കണ്ടൻറ്റ്. അത് കുറയുമ്പോൾ നമുക്ക് ഈ ഒരു മലബന്ധം ഉണ്ടാവാൻ സാധ്യത വരും. അതുപോലെ മറ്റൊരു കാരണമാണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആഗിരണം കൂടും. അപ്പം നമ്മുടെ മലം കുറച്ചുകൂടെ ടൈറ്റ് ആവും. അതുപോലെ തന്നെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഈ വൈറ്റമിൻ സി കൊളാജൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമുള്ളൊരു ഘടകമാണ്. അപ്പോൾ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴും നമുക്ക് മോഷൻ ടൈറ്റ് ആവുകയും ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞല്ലോ, മലബന്ധം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, പല അസുഖങ്ങളുടെയും ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ലക്ഷണമായിട്ട് വരുന്നതാണെന്ന്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം വരാം. അതുപോലെ ഷുഗറുള്ള ആൾക്കാർക്ക് മലബന്ധം വരാം. പിന്നെ അതുപോലെ നമ്മുടെ ബോഡിയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും നമുക്ക് ഈ മലബന്ധത്തിൻ്റെ പ്രശ്നം നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പെയിന് അല്ലെങ്കിൽ കാൽഷ്യം കുറവ് ഒക്കെ ഉള്ളപ്പം നമുക്ക് മലബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ദിവസം ഒരു ടൈമിൽ, ഒരു ഫിക്സഡ് ടൈമിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു എന്ന് വെച്ചോ. പക്ഷേ നമ്മൾ ഒരു 1-2 ദിവസം നമ്മൾ എന്ത് ചെയ്തു, ഒരു 5 to 6 hours വൈകിട്ട് പോയി. അതായത് നമുക്ക് പോകണമെന്നുള്ള തോന്നൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചൊന്ന് ഡിലേ, എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ നമ്മളൊന്ന് ഡിലേ വരുത്തി. ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത്. അങ്ങനെ റിപ്പീറ്റഡായിട്ട് 2-3 ദിവസമൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യത കൂടാണ്. കാരണം അവിടെ നമ്മുടെ ഈ ഒരു വൻകുടലിലോ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അടുത്തോ മല എത്തിയിട്ടുണ്ട്, നമുക്ക് ആ ഒരു ടെൻഡൻസി പോകണം എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവിടെ വെള്ളം ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം വെള്ളം ആഗിരണം ചെയ്യുന്നത് നിർത്തുന്നില്ല.
അപ്പം മല അവിടെ നിൽക്കുമ്പോൾ വെള്ളം വീണ്ടും ആഗിരണം ചെയ്യപ്പെടുമ്പോൾ അത് വീണ്ടും ടൈറ്റ് ആവുകയും നമുക്ക് മലബന്ധം ഉണ്ടാവുകയും അതുപോലെ പോകുമ്പോൾ അത് പെയിനും ഡിസ്കംഫർട്ടും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്ര ടൈറ്റായിട്ട് മലം പോകുമ്പോൾ നമുക്ക് വേദനയും ബുദ്ധിമുട്ടും മാത്രമല്ല, നമുക്ക് അവിടെ ഫിഷർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫിഷർ എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വിണ്ടുകീറൽ പോലെ വരികയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതായത് ഈ മലബന്ധം നമുക്ക് നമ്മുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മലം പൂർണ്ണമായിട്ട് മാറാനും പൂർണ്ണമായിട്ട് അത് ക്ലിയർ ആവാനും ക്ലീൻ ആവാനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കറക്റ്റ് ഒരു ടൈം കീപ്പ് ചെയ്യുക. അതായത് ഒരു ദിവസം നമ്മൾ 8 മണിക്കാണ് ടോയ്ലറ്റിൽ പോകുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ആ 8 മണിക്ക് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അതൊരു ബയോളജിക്കൽ ക്ലോക്കാണ്. നമ്മളിപ്പോൾ ഉറങ്ങുന്നതിൻ്റെയും അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനൊക്കെ നമ്മളൊരു ടൈം ഉണ്ടല്ലോ. ആ ഒരു ടൈം നമ്മുടെ ബോഡി അതിനനുസരിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ടോയ്ലറ്റിൽ പോകാന്നുള്ളത്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നതും ഡെയിലി ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ടൈമിന് പോകാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോകണം എന്ന് തോന്നലുണ്ടായിട്ട് നമ്മളത് ഡിലേ ചെയ്യാൻ പാടില്ല. ഒരു 5 to 10 മിനിറ്റ്സിനപ്പുറത്തോട്ട് നമ്മളത് ഡിലേ ചെയ്യാനേ പാടില്ല. കാരണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുന്ന് ആ മലത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും, ആഗിരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം മലം കൂടുതൽ ടൈറ്റായിട്ട് നമുക്ക് പെയിനും ഡിസ്കംഫർട്ടും മറ്റു ഫിഷർ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ടൈം കീപ്പ് ചെയ്യും. അതുപോലെ ശോധന പോകണം എന്ന് തോന്നുന്ന സമയത്ത് തന്നെ ഒരു 5 മിനിറ്റിനോ 8 മിനിറ്റിനോ ഉള്ളിൽ തന്നെ നമ്മൾ പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം വരുന്നത് തടയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക. മറ്റൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം നന്നായിട്ട് കുടിക്കുക. കാരണം വെള്ളത്തിന് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമല്ല, നമ്മുടെ മലം സോഫ്റ്റൻ ആക്കാനുള്ള വെള്ളം കൂടെ നമ്മൾ കുടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിൻ്റെ ഡെഫിഷ്യൻസി കാരണം മലബന്ധം വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. നാരങ്ങ, ഓറഞ്ച് അതുപോലെയുള്ള ഫുഡൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, നാരടങ്ങിയിട്ടുള്ള ഭക്ഷണവും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. ഇൻസോലബിൾ ആയിട്ടുള്ള ഫൈബറുണ്ട്, സോലബിൾ ആയിട്ടുള്ള ഫൈബറുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ കൂടുതൽ നമുക്ക് രാത്രിയിൽ ഈ ഓട്സ്, ബാർലി പോലെയുള്ള ഫുഡൊക്കെ നമ്മൾ രാത്രി കഴിച്ചാൽ നമുക്ക് രാവിലെ ശോധന പോകാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ്, അതുപോലെ തവിടുള്ള അരി, നമ്മൾ വെള്ള അരിക്ക് പകരം തവിടുള്ള അരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തവിട് ഒരു ലാക്സേറ്റീവായിട്ട് ആക്ട് ചെയ്യും. അതായത് ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ മലം സോഫ്റ്റ് ആക്കിയിട്ട് മലബന്ധം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ 3 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം നമ്മൾ കുടിക്കുക. പിന്നെ ചെറി, പ്ലം, പിയർ, ആപ്പിൾ ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. ഓറഞ്ച്, അതൊക്കെ അവോക്കാഡോ, ഫ്ലാക്സ് സീഡ്സ്. അവോക്കാഡോ, ഫ്ലാക്സ് സീഡ്സ് എന്നൊക്കെ പറയുമ്പം അത് ഫാറ്റാണെങ്കിലും ഗുഡ് ഹെൽത്തി ഫാറ്റാണ്. അപ്പോൾ അത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഫ്ലാക്സ് സീഡ് എങ്ങനെ കഴിക്കാമെന്ന് വെച്ചാൽ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഫ്ലാക്സ് സീഡ് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് മോര് വെള്ളത്തിൽ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് അങ്ങനെ കുടിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യമാണ് ചിയാ സീഡ്സ്. നമ്മളൊരു 2 ടീസ്പൂൺ ചിയാ സീഡ്സ് ഒരു 2 കപ്പിൽ ഒഴിച്ച് വെക്കുക. ഒരു 20 മിനിറ്റ്സ് അത് വെക്കുക. എന്നിട്ടത് കുടിക്കുക. അത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് കുറച്ചുകൂടെ ഉചിതം. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാനുള്ളതാണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ബ്ലാക്ക് റൈസിൻസ് ഉണ്ടല്ലോ. അത് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് വീർത്ത് വരും. അപ്പോൾ ആ വെള്ളവും ആ റൈസിൻസും കൂടെ നമ്മൾ കുടിക്കാം. അതും നല്ലൊരു മലബന്ധത്തിന് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ നമുക്കതുപോലെ ക്യാരറ്റും കുക്കുംബറൊക്കെ പച്ചയ്ക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ അങ്ങനെ കഴിക്കാവുന്നതാണ്. അതൊക്കെ നമുക്ക് മലബന്ധത്തിന് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്ന തരം ഭക്ഷണങ്ങളാണ്. ഇനി മറ്റൊരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പം ഉള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ കാൽമുട്ട് നമ്മുടെ അരക്കെട്ടിനേക്കാളും കുറച്ചൊന്നും ഉയർന്ന രീതിയിൽ വെക്കുക. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് പാദത്തിൻ്റെ ഭാഗത്തു നിന്നൊന്ന് പൊക്കി വെച്ചാലും മതി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനും നമ്മുടെ ഈ വൻകുടലും ഒക്കെ നേരെ രീതിയിൽ വരികയും നമുക്ക് ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മൂവ്മെൻറ്റ് കുറച്ചുകൂടെ സുഗമമാവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു നമ്മൾ ഇരിക്കുമ്പോൾ ഒന്ന് ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കാൽമുട്ട് നമ്മുടെ അരക്കെട്ടിനേക്കാളും കുറച്ചൊന്ന് ഉയർന്ന രീതിയിൽ വെക്കുക. നമ്മുടെ പാദം ഒന്ന് കുറച്ച് പൊക്കി വെച്ചാലും മതി. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ടും നമുക്ക് ആശ്വാസം ഇല്ലെങ്കിൽ ചില ഒറ്റമൂലികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഒരുപാട് കഴിക്കരുത്. അപ്പം നമുക്ക് വയറ് കൂടുതൽ വയറ്റിൽ നിന്ന് പോവുകയും കാര്യങ്ങളും ചെയ്യും. ഒറ്റമൂലി എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ സാധാ കട്ടൻ കാപ്പി ഉണ്ടാക്കുക. തിളച്ച വെള്ളത്തിൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് കാപ്പി ഉണ്ടാക്കിയിട്ട് അതിലൊരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അത് കുടിക്കുന്നത് നല്ലതായിരിക്കും. അത് രാത്രി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ടോയ്ലറ്റിൽ പോകുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, നല്ല മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്ക്. പക്ഷെ അത് കൂടാൻ പാടില്ല, ഒട്ടും കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ നമുക്കത്
ബുദ്ധിമുട്ടുണ്ടാക്കും, ഡയറിയ പോലെ അങ്ങനെയൊക്കെ ആവാൻ മതി. അതുപോലെ തന്നെ പാലിൽ ഈ ആവണക്കെണ്ണ അല്ലെങ്കിൽ വെള്ളത്തിൽ ആവണക്കെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു സ്പൂൺ ആവണക്കെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാറുണ്ട്. പണ്ടുള്ള ആൾക്കാർക്ക് ഈ ആവണക്കെണ്ണയൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവായിരിക്കും. കൂടുതലാവാതെ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ 2 ഗ്ലാസ് ഒരു മൈൽഡ് ചൂടിൽ, അധികം തിളച്ച വെള്ളമല്ല, ചെറിയൊരു ചൂടിൽ, ഇളം ചൂടുള്ള വെള്ളം നമ്മൾ രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് മലബന്ധത്തിന് മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ മൊത്തത്തിലുള്ളൊരു ഉന്മേഷത്തിനും എല്ലാ കോശങ്ങൾക്കൊക്കെ ഒരു എനർജി കിട്ടാനും ഒക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് മലബന്ധത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നതായിട്ട് കാണാം. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്ത് നോക്കൂ. ഇനി ബുദ്ധിമുട്ടുകൾ നിൽക്കുകയാണ്, മരുന്നെടുക്കേണ്ട കേസ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഈ മലബന്ധം ഉണ്ടാകാനുള്ളൊരു കാരണം ഉണ്ടാവും. ആ ഒരു രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൃത്യമായ രോഗനിർണയം നടത്തുകയും ശരിയായ ചികിത്സയിലൂടെയും നമുക്ക് ഇത്തരം പ്രയാസങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ അജ്മി മഹ്മൂദ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. താങ്ക് യു.